സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് UDF സർക്കാർ അവകാശപ്പെട്ടിരുന്നു. അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയാണ് ആരോഗ്യവകുപ്പ്. ഇനി മുതൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിലായിരിക്കും അത്തരത്തിൽ സേവനമുണ്ടാവുക. മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റെഫറലുകൾ തടയുന്നതിനൊപ്പം രോഗികൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തുക കൂടിയാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. സാധാരണ OP സമയത്തിനു ശേഷവും സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സേവനം ഉറപ്പുവരുത്തും. OPക്ക് ശേഷം ഒരു സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തന്നെ തുടരും. അതായത് 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റിന്റെ സേവനം ആശുപത്രിയിൽ ലഭ്യമാകും. സംസ്ഥാനത്ത് പൂർണ്ണമായും ഈ പദ്ധതി നടപ്പാക്കാൻ 6 മാസം സമയമെടുക്കുമെന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസർ AGHS ഡോക്ടർ ഷിനു KS ആണ്. ആദ്യം പദ്ധതി നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പുനർവിന്യസിക്കും. ഇതിനു പുറമെ തിരുവനന്തപുരം ജനറൽ, കൊല്ലം ജില്ലാ ആശുപത്രികളിൽ 24 മണിക്കൂർ കാത്ത് ലാബും ഉണ്ടാകും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.